അത്. ഇനി ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അത് നമ്മൾ വേറെ ഫയലായിട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം main.html ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രെയിമല്ല, പേജ്. ഫ്രെയിം അടുത്തതിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു പേജ്, ജസ്റ്റ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാണ്. അത് HTML ഹെഡ് ടൈറ്റിൽ ലെഫ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ബോഡിയിൽ BG കളർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി H2 സെലക്ട് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തു, H2 ക്ലോസ് ചെയ്തു. ഫോണ്ട് സൈസ് 5 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന അതിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഫോണ്ട് സൈസ് 5 ആയിട്ടായിരിക്കും കാണിക്കുക. ഇനി അതിൻ്റെ താഴെ 3 ലിങ്കുകളുണ്ട് അല്ലേ, ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. ടാഗിൽ href bio.html എന്ന് കൊടുത്തു. ഹൈപ്പർ റെഫറൻസ് ആണ് കേട്ടോ. ബയോഗ്രഫി ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ സോഴ്സാണ് bio.html. അപ്പോൾ href bio.html കൊടുത്തു. ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. റൈറ്റിലത്തെ ആ ഒരു ഫ്രെയിമിൻ്റെ പേര് ടാർഗറ്റിൽ റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. എന്നിട്ട് ബയോഗ്രഫി ലിങ്ക് നെയിം കൊടുത്തു. ടാഗ് ക്ലോസ് ചെയ്തു, BR വെച്ചു. ഇനി അടുത്ത ലിങ്ക് എയിൽ href poem.html ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം എന്ന് വെച്ചു. പോയട്രിന്ന് ലിങ്ക് നെയിം കൊടുത്തു, ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് BR വെച്ചു. ഇനി നെക്സ്റ്റ് ലിങ്കാണ് ടാഗ് href fiction.html ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം, അതുപോലെ ലിങ്ക് നെയിം കൊടുത്തു ഫിക്ഷൻ. എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫോണ്ട് ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെബ് പേജ് സെലക്ട് ദ ഓപ്ഷൻ എന്നുള്ള ഹെഡിങ്ങോട് കൂടി 3 ലിങ്കുകളായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വെബ് പേജ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ലെഫ്റ്റ് ഫ്രെയിം എന്നുള്ള ഒരു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ 3 ലിങ്കുകൾക്കും അതത് വെബ് പേജുകൾ ഓപ്പൺ ചെയ്ത് തരാനുള്ളത് bio.html എന്നും poem.html എന്നും fiction.html എന്നും. അതായത് ബയോഗ്രഫി ക്ലിക്ക് ചെയ്താൽ bio.html എന്ന് പറയുന്ന പേജ് കാണിക്കും. പോയട്രി ക്ലിക്ക് ചെയ്താൽ poem.html എന്ന് പറയുന്ന പേജ് കാണിക്കും. ഫിക്ഷൻ ക്ലിക്ക് ചെയ്താൽ fiction.html എന്ന് പറയുന്ന പേജ് കാണിക്കും. ഇവിടെ എല്ലാതും ടാർഗറ്റ് ചെയ്യുന്നത് റൈറ്റ് ഫ്രെയിമിലേക്കാണ്. അതായത് ബയോഗ്രഫി ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ ആയിരിക്കും bio.html കാണിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആളെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ടാർഗറ്റിംഗ് ഫ്രെയിംസ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇതിൽ ബോഡിയൊന്നുമില്ല, നമ്മളിവിടെ ഫ്രെയിം സെറ്റും ഫ്രെയിമുകളാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ ഫ്രെയിം സെറ്റ് calls = 200 സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താ, ഫ്രെയിം സെറ്റാണ്. അതായത് നമ്മൾ ആ ഒരു വെബ് പേജിനെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിനെ